അമ്പലക്കുളങ്ങരെ അയലത്തെ പെണ്ണുങ്ങൾ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരെന്റെ കവിളിൽ നുള്ളി. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരെന്റെ കവിളിൽ നുള്ളി. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി അങ്ങന്റെ കായാമ്പൂവർണ്ണനായി. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി അങ്ങന്റെ കായാമ്പൂവർണ്ണനായി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. കള്ളികൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ എല്ലാം ഞാൻ അവരോട് പറഞ്ഞു പോയി. കള്ളികൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ എല്ലാം ഞാൻ അവരോട് പറഞ്ഞു പോയി. അങ്ങയോടിതുവരെ ചൊല്ലാത്ത കാര്യം അങ്ങനെയവരെല്ലാം അറിഞ്ഞു പോയി. അങ്ങയോടിതുവരെ ചൊല്ലാത്ത കാര്യം അങ്ങനെയവരെല്ലാം അറിഞ്ഞു പോയി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. സർഗ എന്തോ അടിപൊളിയായിരുന്നു. താങ്ക് യു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ, മക്കളെ, എന്തോ എന്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ഇത് സുഖമാണ് കേൾക്കാൻ. അതിനകത്തൊരു എന്താ പറയേണ്ടത് എല്ലാം ഉണ്ട്. ഇത് ആരാ പാടിയെന്നറിയാമോ? ലീലാമ്മ. ലീലാമ്മയാണ്. അത് ലീലാമ്മയ്ക്കൊരു എന്താ പറയേണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺ. അമ്മ കൂടുതൽ ഞാൻ പാടി കേട്ടിരിക്കുന്നത് ഭക്തിപ്പാട്ടുകളാണ് കേട്ടോ. അതിന് ആ ഭക്തി അങ്ങ് തുളുമ്പും ലീലാമ്മയുടെ ശബ്ദത്തിൽ. പിന്നെ എത്രയോ റൊമാൻറ്റിക് പാട്ടുകളും പാടിയിട്ടുണ്ട് ലീലാമ്മ. എനിക്കിപ്പോഴും എൻ്റെ അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നു ലീലാമ്മ. അതിപ്പോഴും ഞാൻ ഓർക്കും. ഇത്രയോ ഒരു പാവം ഒരാൾ നമ്മൾ കാണാൻ പറ്റത്തില്ല ലീലാമ്മയെപ്പോലെ. ഒരു 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അയ്യോ മോനെ വേണ്ടാന്ന് വേണ്ടാന്ന് പറയാം, എനിക്കൊന്നും സംസാരിക്കാൻ വയ്യാന്ന് ഞങ്ങളുടെ അടുത്ത് തള്ളിപ്പിടിച്ച ലീലാമ്മ കൊണ്ട് സംസാരിപ്പിച്ച. അന്ന് കാര്യം പ്രേംനസീർ സാറുണ്ടായിരുന്നു, നമ്മുടെ ശീറുകാഴി ഗോവിന്ദരാജൻ സാറുണ്ടായിരുന്നു, പി ലീലാമ്മ. അവരുടെ മുമ്പിലാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത്. അത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു ഞാൻ. അതിന് കാരണക്കാരൻ BA ചിദംബരം മാഷ്, എൻ്റെ ആദ്യ ഗുരു. ചെന്നൈയിൽ പോയിട്ട് ആദ്യ ഗുരു അമ്മയാണ്, പിന്നെ മാമൻ, പിന്നെ വേറെ കുറേ ഗുരുക്കന്മാരടുത്ത്. പക്ഷേ ഈ പഠിച്ച എല്ലാം ഒരേ പാഠങ്ങളാന്നേ ഉള്ളൂ.
അമ്മ പഠിപ്പിച്ച അമ്മയുടെ ഇന്ന് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ട് മാമൻ്റെ അടുത്ത് വന്നപ്പോൾ മാമൻ അത് ആദ്യം തൊട്ട്, പിന്നെ വേറൊരു മാഷിൻ്റെ അടുത്ത് അത് ആദ്യം പോലും. അതുകൊണ്ട് ബേസ് നല്ല കാട്ടിക്ക് അങ്ങ് പഠിച്ചു. വേറൊന്നും പഠിക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരുടെ അടുത്തും അതാ പഠിച്ചേക്കുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ മോള് പാടിയപ്പോൾ ഇതൊക്കെ ഓർക്കും. ഈ ഒരു കാലവും കാര്യം എനിക്ക് എൻ്റെ അമ്മയൊക്കെ മിസ് ചെയ്തു വല്ലാണ്ട്. അമ്മയൊക്കെ പാടിയാണ് ഈ പാട് നമ്മൾ കേട്ടിട്ടുള്ളത്. അമ്മ അസാധ്യമായിട്ട് പാടുമായിരുന്നു, ഒരു നിവൃത്തിയില്ല പാടും. അമ്മയ്ക്കൊന്നും ഞാനൊന്നും പാടിയ ഒരിക്കലും ഒരു ശ്രുതി സത്യം ഒറ്റപ്പാട്ടിനും അമ്മയ്ക്ക് ഒരു തൃപ്തി വന്നിട്ടേ ഇല്ല. ഈ ഞാൻ ചെയ്ത പാട്ടുകളാണെങ്കിലും പിന്നെ മോനാന്നുള്ളത് കൊണ്ട് ആ ഇടുമക്കളെ കേൾക്കാടാ എന്ന് പറഞ്ഞ് അതേ ഉള്ളൂ. ആ ഭാവയാമി പാടുമെൻ്റെ എന്നുള്ള പാട്ടിലാണ് അമ്മയ്ക്ക് കുറച്ചെങ്കിലും തൃപ്തിയായത്. ഇത്തിപ്പോലും ഇത് കൊള്ളാവിടാ, അത് ഗ്രഹഭേദമൊക്കെ നീ ചെയ്തേക്കുന്നതറിയാം, പക്ഷെ ഒന്നും മനസ്സിലായല്ലോ, കൊള്ളാം മക്കളെ എന്ന് പറഞ്ഞു. മറ്റേക്ക് എന്ത് പാടാ, ഏത് രാഗം അമ്മയുടെ മുമ്പിൽ പാടില്ല, എന്ത് പാടാ, അതിൻ്റെ ഈ ഇതല്ലേ ജീവൻ എന്ന് പറഞ്ഞ് അമ്മ പാടി കേൾപ്പിക്കുക. അയ്യോ അതൊക്കെ മിസ് ചെയ്യുന്നു. പോട്ടെ, ഈ പാട്ട് ആരാ കുഞ്ഞിനെ സെലക്ട് ചെയ്ത് തന്നെ? ഞങ്ങള് നോക്കിയിട്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആര്? നാട്ടുകാരെല്ലാരും കൂടെ? ഞാനും അച്ഛനും അമ്മയും അമ്മയും ഏത് മറ്റേ അച്ഛനും അമ്മയും നമ്മുടെ ലോക ഫേമസ് ആയിട്ടുള്ള അച്ഛനും അമ്മയും. ഓ മോളെ, അത് കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചമാ. മക്കളെ സാർക്കേ, മക്കളെ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് മിസ് ചെയ്തത് ഈ ഒരു കോമ്പസിഷനിൽ അതിനകത്തൊരു കളിയാക്കൽ സ്വരമുണ്ട് അല്ലേ? അത് മോള് വളരെ സീരിയസ് ആയിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറയാം. അത്ര സീരിയസ് ആവണ്ട മോളെ. കുറച്ച് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു കർണാടക സ്വഭാവം ഉണ്ടെങ്കിലും അതിലൊരു ടീസിങ് ഉണ്ട്. അത് അത് ഞാനത് മോക്കത് മനസ്സിലായി കാണുമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുകയും ചെയ്തു. എനിക്ക് പറഞ്ഞേനെ ഈ ആ കളിയാക്കിയാണ് സത്യത്തിൽ കേട്ടോ. അല്ല കളിയാക്കി കല്യാണി അങ്ങനല്ലത്, അതിൻ്റെ സ്വഭാവം വേറെയാണ്. അത് ലീലാമ്മ പാടിയേക്കുന്നത് കേൾക്കുമ്പോഴേ വളരെ ലൈറ്റായിട്ടാണ് പാടിയേക്കുന്നത്. അതുകൊണ്ട് മോളെ എനിക്ക് പ്രധാനമായിട്ട് നമുക്ക് ആ പല്ലവി ഒന്ന് പാടാം, ചുമ്മാ അതിൻ്റെ രസത്തിന്. ഇനി ആ ഫീൽ വെച്ചിട്ട് മനസ്സിൽ വെച്ച് ലൈറ്റായിട്ട് പാടുക. ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ലൈറ്റ് മ്യൂസിക് അല്ല, ഞാൻ പറഞ്ഞ ആ ഇതിൻ്റെ ഒരു ഭാവം വേണ്ട ഭാവമുണ്ട്, അത് ഉൾക്കൊണ്ട്. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കളിയാക്കി എന്നൊക്കെ പറയുന്നാലും നമുക്ക് ഉള്ളിലൊരു ചിരി വേണം. എന്തിനാ കളിയാക്കിയത്? മാല മോട്ടിച്ചതല്ല, അങ്ങനെ കളിയാക്കലല്ല, നെഗറ്റീവ് കളിയാക്കലല്ല. ആ കളിയാക്കലിനൊരു ഒരു സുഖമുണ്ട്. അപ്പൊ അത് മക്കൾ പാടുമ്പോഴും വേണം മോളെ, കേട്ടോ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി കളവാണി വാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി ചിരിച്ച് പാട്, കളിയാക്കി പാറു. അവള് പാടുമ്പോ അവളെ കിക്ലിയാ അങ്ങനെ ചിരിക്കട്ടെ. കൊച്ചെ ചിരിക്കും കൊച്ചെ. അയ്യോ ഇത് വേണ്ട, അത് കൂടുതല, അത് വേണ്ട മോളെ, അത് മാരകമാ മക്കളെ. അത് കുറച്ചും കൂടെ ചിരിച്ച് പാടാടാ. ചിരി എന്ന് പറഞ്ഞാൽ ആ ചിരിയല്ല, കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി, അതാണ് വിഷയം. അപ്പൊ അത് മക്കളത് മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ആ സെക്കൻഡ് ലൈൻ ഒന്ന് പാടി കഴിച്ച അനുപല്ലവിയുടെ. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വെച്ചവരെന്റെ അത് മോളെ അത് കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ട് മോക്കത് പാടുന്നത്. മുകളിൽ അതെന്താണ് എത്താത്ത എന്തെങ്കിലും ഐറ്റം ഉണ്ടോ അവിടെ? അപ്പൊ പിന്നെന്താണ് മോളെ? അർത്ഥമാണ് കേട്ടോ, അർദ്ധമല്ല, അർത്ഥം. രഥത്തിന്റെ ധ. ഒന്ന് പാടിക്കേ. മോളെ അർത്ഥം വെച്ച് കവിളിൽ നുള്ളി എന്നൊക്കെ പറഞ്ഞ എന്താണ്? നീ എൻ്റെ പെൻസിൽ കക്കോടി എന്ന് പറഞ്ഞിട്ടല്ല, അത് മുഴുവൻ ഒരു കളിയാക്കലാണ്. അപ്പോൾ അത് മോള് കുറച്ചും കൂടെ ഒരു സന്തോഷത്തോടെ പാടിയില്ലെങ്കിൽ അതെങ്ങനെ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്? എത്ര നന്നായിട്ട് പാടിയാലും ടെക്നിക്കലി അത് ഗുഡാണെങ്കിൽ അത് ആ ഒരു വികാരം ഇമോട്ട് ചെയ്യണമെങ്കിൽ മോൾ അത് കുറച്ചും കൂടെ. ലീലാമ്മ അങ്ങനെ പൊട്ടിച്ചിരിച്ച് പാടുന്ന ഒരാളെ അല്ല, പക്ഷെ ലീലാമ്മ വരെ അത് അത്ര ലൈറ്റായിട്ടാണ് പാടിയേക്കുന്നത്. അത് ആ ഒരു അത് തനി അത് ആ സീരിയസ് ഒരു മൂടേ അല്ല മകളെ, കേട്ടോ. ഒന്ന് പാടാമോ അത്? അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ
അർത്ഥം വച്ചവരെന്റെ കവിളിൽ നുള്ളി. ചിരി അങ്ങോട്ട് ചിരി വരുന്നില്ല. വരുന്നില്ല, വലിയ കഷ്ടപ്പാടും ദുരിതത്തിലാവും വെച്ച്. ആ കായാമ്പ് വർണ്ണനായി, ആ രാധയായി, ഇതൊക്കെ നല്ല ചിരിച്ചോണ്ട് പാടണം. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി, രാധയല്ല, രാധ. രാധയായി അങ്ങന്റെ കായാമ്പൂ വർണ്ണനായി. ഒന്ന് ചിരിക്കു കൊച്ചേ നീ. കരച്ചിലിൽ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അതുമില്ല. അതുമില്ലേ? ഇല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് മക്കളെ അവരോട് പറഞ്ഞു പോയി. അതൊക്കെ നന്നാവും. ഒന്ന് പാടാമോ അത്? കള്ളികൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ എല്ലാം ഞാൻ അവരോട് പറഞ്ഞു പോയി. കള്ളികൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ എല്ലാം ഞാൻ അവരോട് പറഞ്ഞു പോയി. അങ്ങയോടിതുവരെ ചൊല്ലാത്ത കാര്യം അങ്ങനെ അവരെല്ലാം അറിഞ്ഞു പോയി. ആ മോളെ, അതൊന്നും വരുമ്പോഴാണ് അതിനിപ്പോ അങ്ങയോട് ഇതുവരെ ചൊല്ലാത്ത കാര്യം എന്നുള്ളതിനകത്ത് അത് നമുക്കത് കിട്ടണമെങ്കിൽ സീരിയസ് ആയിട്ട് പാടി കിട്ടത്തില്ല മോളെ. വേറെ ഏതെങ്കിലും വലിയ രാജ്യദ്രോഹ കുറ്റം എന്തോ ചെയ്ത് അത് മറച്ചതാണെന്ന് വിചാരിക്കും. ഇത് വെറും സിമ്പിളായിട്ട് ആ സ്നേഹമാണത്, കൊടുക്കൽ വാങ്ങലിൻ്റെ സംഭവമാണ്. അപ്പോൾ അത് മോൾ അങ്ങനെ ഇപ്പം മോൾ കുറച്ച് ഒന്ന് മാറ്റം പാടിയപ്പോൾ തന്നെ എന്ത് സുഖമുണ്ട് കേൾക്കാൻ. പക്ഷെ മോളെ ചിരിച്ച് പാടണോടാ. ചിരിച്ചെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ച് അങ്ങയോടവർ എല്ലാം അങ്ങനല്ല, അതല്ല. ലീലാമ്മ അങ്ങനെ ചിരിച്ച് പാടത്തേ ഇല്ല, വളരെ സീരിയസ് ആയിട്ട് പാടുന്ന. അമ്മയുടെ അടുത്ത് എന്തുമാത്രം മാഷ് പാടി കേൾപ്പിച്ച് അമ്മ അത് ഉൾക്കൊണ്ടല്ലേ പാടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പാടിയേക്കുന്നത്. അമ്മ വളരെ ലൈറ്റായിട്ടാണ് പാടിയേക്കുന്നത്. അത് നിങ്ങൾ ചില പാട്ടുകളൊക്കെ സുദീപേ, ഈ വളരെ റെയറായിട്ട് ലീലാമ്മയുടെ കുറേ ഡിവോഷനിൽ അയ്യപ്പൻ്റെ പാട്ടൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാരായണീയം മാത്രം മതിയല്ലോ മലയാളികൾക്ക് എന്ത് അതിൽ കൂടുതൽ എന്ത് വേണം? അത് കേട്ടാൽ പോരെ. ഭക്തി അങ്ങ് എടുത്ത് കുടക്കണക്ക് ഒഴിച്ചേക്ക തലവഴി. കാര്യം അതാണ് നമ്മുടെ ലീലാമ്മയുടെ ശബ്ദം, അതാണ്. അങ്ങനെ ഭക്തി തുളുമ്പി നിൽക്കുവാടാ. കേട്ടോ? എന്ത് കേട്ടോ? ലീലാമ്മയുടെ സൗണ്ടില് ഭക്തി നിറഞ്ഞു നിൽക്കുന്നല്ലേ? നിറഞ്ഞു നിൽക്കും മോളെ. അത് സുദീപേ, പമ്പാ നദിയിലെ പത്മതീർത്ഥത്തിലെ പനിനീരായി ഞാൻ അലിയട്ടെ, കല്ലിടാം കുന്നിലെ അരചന്നാമൊരു കല്ലായെന്നും അടിയട്ടെ പമ്പാ നദിയിലേ. നമ്മ പാടുമ്പോൾ നമുക്ക് സാക്ഷാൽ അയ്യപ്പൻ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും. അതാ ഡൈനാമിക്സ് ഒന്നും ജന്മത്തിൽ കിട്ടത്തില്ല. അമ്മ കണ്ടാൽ വിട്ട് പറയത്തുമില്ല ഇതാണ് വീലീലാമ്മ എന്ന്. അത്ര സാധു. അയ്യോ, ഇവരൊക്കെ ഇതിക്ക് നമുക്കൊന്ന് നേരിട്ട് കാണാനെങ്കിലും പറ്റിയല്ലോ. അമ്മയുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് കുറേ മേടിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ. അത് കുറേ സന്തോഷം. താങ്ക് യു മുത്തേ. താങ്ക് യു ചേട്ടാ. വേണിച്ചേട്ടാ, സർഗ, എന്തോ ഇത് കൂടുതൽ എന്തായാലും പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ ഒരു പാട്ട് അത് ഉള്ളില് ഉള്ള ഒരു പരിഹാസം അതാണ്. അതായത് വേറൊരാള് നമ്മൾ കളിയാക്കിയല്ല, നമ്മൾ തന്നെ നമ്മളെ കളിയാക്കുന്നു. ഒരു മൈൽ അതാണ്. അത് മുഴുവൻ അത് കറക്റ്റായിട്ടത് അതെന്താണോ ഉദ്ദേശിച്ചത് ശരത് അത് പറഞ്ഞു. എക്സാക്ട്ലി. ഒരു ലൈറ്റായിട്ട് ആ പാട്ടെടുക്കുക, ലൈറ്റായിട്ട് ഉള്ളിൽ കരുതുക, ലൈറ്റായിട്ട് പാടുക, ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പാടുക. അത്രേ ഉള്ളൂ. ആ ഒരു ചിരി അതാണ്, അത് വേണം ഉള്ളിൽ. ഓരോ പാട്ടും ഓരോ മൂഡ് അതനുസരിച്ച് നമ്മൾ അതിനെ സ്റ്റേജിൽ കൊണ്ടുവരിക. ചെയ്യോ അത്? വെരി ഗുഡ്, അത് മതി. എനിക്കതിൽ ആ കൂടി തോന്നിയ ഒരു പ്രശ്നം, അർത്ഥം വച്ച് അതിൽ ആ സെക്കൻഡ് അവിടെ എത്തിയില്ല, അത്രേ ഉള്ളൂ. എന്നാൽ അതേപോലെ എല്ലാം ഞാൻ അവരോട് ദാറ്റ് വാസ് ഗുഡ്, അത് കറക്റ്റായിട്ട് പാടി. അത്രയും അതിനു മുമ്പ് കിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. നോട്ട് വൈസ് ഒരു പെർഫെക്ഷൻ കുറവ്, മറ്റെല്ലാം ഇറ്റ് ഇസ് ഓക്കെ. ജസ്റ്റ് ആ മൂഡ് ക്യാപ്ചർ ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു അബദ്ധം, അതും ഒരു അബദ്ധമായിട്ട് കരുതുക, അത്രേ ഉള്ളൂ. അല്ലേ, ദേവരായ മാസ്റ്റർ നമ്മളോട് പലപ്പോഴും പറയും, എടാ
നീ എൻ്റെ മുഖം നോക്ക്, എൻ്റെ മുഖത്ത് വരുന്ന വരുന്ന വികാരം അത് ഇതിൽ വന്നാൽ മതി എന്ന് പറയും. ഇവർക്ക് they will know it very well, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു വേണിച്ചേട്ടാ. ശ്രുതിപേട്ട, മോള് നന്നായിട്ട് പാടി. ഈ ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ പി ലീലാമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. പി ലീലാമ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമ അല്ല, സൗത്ത് ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാട്ടുകാരിയായിരുന്നു. പി ലീലാമ്മയുടെ വളരെ കുറച്ച് പാട്ടുകളെ നമ്മളൊക്കെ മലയാളികൾ കൂടുതലായിട്ട് കേട്ടുള്ളൂ. പക്ഷേ ലീലാമ്മ തെലുങ്ക്, കന്നഡ, തമിഴ് ഒക്കെ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. മോൾ അതൊക്കെ കേൾക്കാൻ ശ്രമിക്കണം. ഈ ഒരു പാട്ട് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ പി ലീലാമ്മ മനസ്സിലാവണമെന്നില്ല. പിന്നെ ഈ ദേവരാജൻ മാസ്റ്ററുടെ കോമ്പോസിഷനെ പറയുമ്പോൾ ഇതിപ്പം രാഗം ബേസ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ രാഗത്തിൽ ചെയ്യുമ്പോഴും വയലാറിൻ്റെ വരികൾക്ക് എന്താണ് ആവശ്യം അവിടെ അതേ മാസ്റ്റർ കൊടുക്കുള്ളൂ. അതാണ് മാസ്റ്ററുടെ പ്രത്യേകതയായിട്ട് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അർത്ഥം വെച്ച് അവരെൻ്റെ കവിളിൽ നുള്ളി എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു രാഗഭാവവും കർണാടക സംഗീതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഈ ഭാവതലം ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ഇമോഷൻ ആഡ് ചെയ്തിട്ടാണ് മാസ്റ്റർ കമ്പോസ് ചെയ്യുന്നത്. ഇത് ഓടയിൽ നിന്നുള്ള സിനിമയിലെ പാട്ടല്ലേ? ആ സിനിമയിൽ വേറെ ഒരു പാട്ടുണ്ട് സുശീലാമ്മ പാടിയത്, കാറ്റിൽ ഇളം കാറ്റ്. ഈ രണ്ട് കോമ്പോസിഷൻ തമ്മിലുള്ള ദൂരം മോളൊന്ന് ശ്രദ്ധിക്കുക. അതൊരു വല്ലാത്ത പാട്ടാ. അപ്പൊ ഈ പാട്ടും ആ പാട്ടും തമ്മിലുള്ള ദൂരം എന്താണോ അതാണ് ദേവരാജൻ മാസ്റ്ററുടെ പ്രതിഭയുടെ ഈ മിന്നലാട്ടം എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു വലിയ കമ്പോസറുടെ ഒരു ഉഗ്രൻ പാട്ടാണ് മോളെടുത്ത് പാടിയിരിക്കുന്നത്. അത് ചെറിയ പാട്ടല്ല. അത് ഇത്രയുമെങ്കിലും മോൾക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ മോൾക്ക് അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ടാലന്റ് ഇനിയും കൂടുതൽ തേച്ച് മിനുക്കാനുള്ള അവസരം ഇതുപോലെ വലിയ വലിയ ഗുരുക്കന്മാർ പറഞ്ഞു തരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ ആത്മാവ്, അത് കൊണ്ടുവരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രുതിപേട്ട. ചേച്ചി സർക്കുട്ടി എന്തോ നല്ല രസമായിട്ട് പാടി. പറഞ്ഞ പോലെ തന്നെ കുറച്ച് മെക്കാനിക്കൽ ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഫീൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ആ പാട്ടിൽ കൊടുക്കേണ്ട ആ മൂഡ് എപ്പോഴും നമ്മൾ കൊടുക്കണം. അറിയാലോ ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ AI കാലമാണ്. അപ്പൊ ഫീലിന് മാത്രം സോഫ്റ്റ്വെയർസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് സർക്കുട്ടീനെ അറിയാം. സർക്കുട്ടിയുടെ എന്താണ് വളരെ നാച്ചുറൽ ടാലൻ്റ് ഉണ്ട് ആൻഡ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് എല്ലാം വളരെ നീറ്റായിട്ട് പഠിച്ചിട്ട് വന്ന് പാടുന്നതാണ്. അപ്പം സൂപ്പറാണ്, എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ് മോള്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ വേറെ ലെവലെത്തും സർക്കുട്ടി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു ചെറിയ ചോദ്യം, ചെറിയൊരു ക്വിസ്. ഈ ഓടയിൽ നിന്നെന്ന് പറഞ്ഞ ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ബാലതാരം സുരേഷ് അപ്പൊ അതെല്ലാം അങ്ങ് പോയി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതെ അതെ, അത് കൊള്ളാം. പാറുവിന്റെ അടുത്തൊരു കുസൃതി ചോദ്യം. വേണ്ട, വേണം വേണം. ശ്രുതി ചോദ്യമാണോ? ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഒന്നുമല്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. അല്ല, ഓടയിൽ നിന്ന് എഴുതിയത് ആരാണ്? ഇപ്പൊ അറിയാം. പാറുവിന്റെ സർവ്വതും അറിയാം. മലയാള സാഹിത്യത്തിലുള്ള അറിവ്. ശ്രുതിപേട്ട ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തരും. അറിയില്ല ഈ ഓട എന്താണെന്നറിയാമോ? ഒരു ക്ലൂ കൊടുക്കും ആദ്യം, അത് പറയും. അല്ലേ, എന്താ ഓട എന്താണെന്നറിയില്ലേ? കൂടുതൽ കഷ്ടപ്പെടുത്തും. ഇവിടെ ആർക്കും അറിയില്ല. അതെന്താ? ഇല്ല, ഞാൻ ഒരു ക്ലൂ ചെറിയ തോതിൽ തരാം. അദ്ദേഹത്തിന്റെ മകന്റെ പേര് പറയാം. പറയട്ടെ, ജ്യോതിദേവ് കേശവദേവ്. അത് കൊച്ചുമകനാ. പി. കേശവദേവ്. അത് പറഞ്ഞു. അല്ല, അതങ്ങനെങ്കിലും പറയട്ടെ. പി. കേശവദേവ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ കൊച്ചുമോനാത് കേട്ടോ. അതെ. അപ്പൊ അതൊക്കെ പഠിച്ചു വെച്ചേക്കണ്ടാണ്, അറിഞ്ഞിരിക്കണം. പി കേശവ മേനോണെന്നെന്തോ പറഞ്ഞു. അത് KP കേശവൻ, അത് വേറെ. അത് വേറെ മക്കളെ, അത് അദ്ദേഹത്തിന്റെ അടുത്ത് താമസിച്ചിരുന്നതാണ്. ഓക്കെ, ഇനി മാർക്ക് ചോദിക്കാം. വേണിച്ചേട്ടാ എന്തോ എന്റെ മാർക്ക് 8.5. താങ്ക് യു മാമിന്. അയ്യോ, വേണിച്ചേട്ടൻ കണ്ടിട്ട് ആണായിട്ട് ഫീൽ ചെയ്തില്ലേ മോളെ? അല്ല, ആ മുഖത്ത് നോക്ക്. അറിയാതെ വിളിച്ചു പോയതാണ്. താങ്ക് യു മാമിന്. സോറി സാർ. മക്കളെ, എന്തോ 8.3. താങ്ക് യു സർ. താങ്ക് യു ചരത് സർ. സോ ടോട്ടൽ 16.8. ഓൾ ദി ബെസ്റ്റ്.